ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ മണിയടി സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ആ ഒരു ടെമ്പിൾ ഉണ്ട് സൈഡിൽ, സോ അതിൻ്റെയാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്, നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം. ലേസറും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഇന്നത്തെ വീഡിയോയിൽ, അപ്പം മറക്കാതെ കാണാം. അപ്പം ഇനിയിപ്പോൾ എന്താണ്, ഇന്നലെ ഞാൻ ചെറുതായിട്ട് വഴിയൊക്കെ മാറിപ്പോയിട്ട് ഞാൻ ബാംഗ്ലൂർ മൊത്തം ചുറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം താങ്ക് ഗോഡ് ഞാൻ എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് ഇവിടെ എത്താൻ മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ലൊക്കേഷനും അറിയില്ല, വഴി അറിയില്ല, ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആകെ ടോട്ടൽ കൺഫ്യൂഷൻ ആയിരുന്നു. സോ സംഭവം ഐ മാനേജ്ഡ്, ഇവിടെ കുഴപ്പമില്ലാണ്ട് എത്തി, സേഫ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് വഴിയേ കാണാം. ആസ് യൂഷ്വൽ ഞാനും കൗശറും ഒരു ഊബർ ഓട്ടോ ഹയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിലേക്കാണ് നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്നത്. ഹോട്ടലിന്റെ പേര് ഗ്രാൻഡ് മെർക്യൂറ എന്നാണ്. അപ്പോൾ ഞാൻ എല്ലാ വീട്ടിലും പറയണമെന്ന് വിചാരിക്കും, പക്ഷെ എൻ്റെ അടുത്ത് വിട്ടുപോകും. ഗ്രാൻഡ് മെർക്യൂറ ഹോട്ടൽ, ബാംഗ്ലൂർ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ആസ് യൂഷ്വൽ ബഫറ്റ് തന്നെയാണ് വരുന്നത്. ഒരുപാട് മെനു ഉണ്ട്, പക്ഷെ എനിക്കിതൊന്നും ഇഷ്ടമില്ല. എനിക്ക് വട മാത്രമേ ഇഷ്ടമുള്ളൂ. വട ഞാൻ നാട്ടിൽ കഴിക്കാത്തൊരു സാധനമാണ്, പക്ഷെ എനിക്ക് എന്തോ ഇവിടുത്തെ വട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വട എടുത്തിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി ഉണ്ട്, ഇഡ്ഡലി നല്ലതാണ്. നമ്മൾ മറ്റേ ഹോട്ടൽ പോലെയല്ല, ഇഡ്ഡലി കുറച്ചും കൂടെ ഭേദമാണ് ഇവിടെ. പിന്നെ ദോശയുണ്ട്, പൂരിയുണ്ട്, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്യാം. അപ്പം ഞാനൊരു ദോശയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നല്ല ചട്നിയൊക്കെ ആയിരുന്നു. ഒന്ന് പീനട്ട് ചട്നി ആയിരുന്നു, ഒന്ന് കോക്കനട്ട് ചട്നി ആയിരുന്നു. നല്ല ടേസ്റ്റ്, നല്ല ക്രഞ്ചി ആയിട്ടുള്ള വടയായിരുന്നു. ദോശ പക്ഷെ അത്ര ക്രിസ്പ് ആൻഡ് ഫൈൻ ആയിട്ടുള്ള ഒരു ദോശയായിട്ട് എനിക്ക് തോന്നിയില്ല. വലിയ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. വലിയ സംഭവമായിട്ടുള്ള ദോശ ഒന്നുമില്ല. അതും പീനട്ട് ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോഫിയും കൂടെ കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ക്ലാസ്സിലോട്ടാണ്, നേരെ ഹാൻഡ്സ് ഓൺ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ലേസറിൻ്റെ ആണ്. ഇപ്പോൾ ഹെയർ റിഡക്ഷൻ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റേസർ വെച്ചിട്ട് കംപ്ലീറ്റ് ഉള്ള ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ലേസർ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ജെല്ലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഹെയർ റിമൂവലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണം, എത്ര ഷോട്ട്സ് എടുക്കണം, എത്ര സ്പീഡിലാണ് അത് മൂവ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര കൗണ്ട് എടുക്കണം, എത്ര എനർജി വേണം, അങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. കൈ വേണോ, കാല് വേണോ, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ ലേസർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്നത് എന്നെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരാണ് എന്തൊക്കെയാണ് മെഷീൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ കൂടുതൽ നമ്മളെക്കാട്ടും, ഡോക്ടേഴ്സ് അല്ല, പക്ഷെ ഡോക്ടേഴ്സിൻ്റെ അത്ര തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഈ ഫീൽഡിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എഞ്ചിനീയേഴ്സും അങ്ങനെയൊക്കെയാണ് അവർ വരുന്നത്. അപ്പോൾ അവർ ഓരോരുത്തർക്കും ഓരോ പോസ്റ്റാണ്. അവിടെ ഡിഫറെൻറ്റ് ആൾക്കാരുള്ള ഡിഫറെൻറ്റ് പോസ്റ്റിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരാണ് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത്, എങ്ങനെ ചെയ്താൽ എങ്ങനെ ആവും എന്നൊക്കെ കറക്റ്റ് ഗൈഡ് ചെയ്യുക. ജസ്റ്റ് ഒരു ഗൈഡൻസ് പോലെ പറഞ്ഞുതരും, ബാക്കിയൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. മൂന്ന് ടെക്നിക്കിൽ ചെയ്യാം. ഇതേപോലെ ഞാൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെയും ചെയ്യാം. പിന്നെ ജസ്റ്റ് ഡിപ്പ് ചെയ്ത് അങ്ങനെ രണ്ട് തരത്തിലായിട്ട് ചെയ്യാം. അത് നമ്മൾ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഓൾട്ടർ ചെയ്യാം. നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അതെടുക്കാം. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് ഇന്നത്തെ സെഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഒരു ടീ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാനൊരു ലൈം ടീ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം എല്ലാ ദിവസവും ഗ്രീൻ ടീയും നോർമൽ കോഫിയും ഒക്കെ കുടിച്ച് എനിക്ക് മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ലൈം ടീ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ലൈം ടീ ഒക്കെ സെറ്റ് ചെയ്ത് തരാം. പിന്നെ ഷുഗർ ആയിട്ടിട്ടുള്ളത്, ഹണി ഇട്ടിട്ടില്ല.
അതായിട്ട് നമ്മളൊരു IPL സിസ്റ്റമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ലേസർ അല്ല, പക്ഷെ ലേസറിന്റെ ഒപ്പം തന്നെ നിർത്താൻ പറ്റിയ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ്. അപ്പം അത് എഫക്റ്റീവ് ആണ്, ആക്നേക്കും സ്കാറിങ്ങിനും ഒക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ്. ഏറ്റവും ട്രെൻഡിങ്ങും ഇപ്പം മോസ്റ്റ് കോമൺലി ക്ലിനിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഇത്. പേഷ്യന്റിന് നമ്മൾ കണ്ണിന്റെ സൈഡിലൊക്കെ ഉള്ള മെലാസ്മ എന്ന് പറയുന്ന ആ ഒരു പിഗ്മെന്റ്സ്, ചെറിയ ചെറിയ പിഗ്മെന്റ്സ് കണ്ടില്ലേ കണ്ണിന്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട്, അതിനാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇപ്പോൾ 2-3 സിറ്റിംഗ് ഒക്കെ വേണ്ടി വരും നല്ലൊരു ബെറ്റർ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് ടൈമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ലഞ്ചിന് നോർമൽ ആയിട്ടുള്ള ബഫറ്റ് തന്നെയാണ് വരുന്നത്. ഒരുപാട് ഐറ്റംസ്, സ്റ്റാർട്ടേഴ്സ് തൊട്ടിട്ട് നമുക്ക് സൂപ്പ് സ്റ്റാർട്ടേഴ്സ് ഒക്കെ തൊട്ടിട്ട് മെയിൻ കോഴ്സ് വരെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചിക്കൻ ആൻഡ് ഫിഷ്, അങ്ങനെ കുറേ ഫുഡ് അവിടെ ഉണ്ട്. ഡെസേർട്ട് ആയിട്ട് അന്ന് സേമിയ പായസമായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് മാത്രം ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത നമ്മളുടെ ടെക്നോളജിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്യൂ സ്വിച്ചിൽ തന്നെ വരുന്ന ND യാങ് ആണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും കൂടുതലും നമുക്ക് ഈ ഒരു ടാനിങ്ങും പിന്നെ കൂടുതൽ ഡാർക്ക് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഒരു ഷെയ്ഡ് ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതിപ്പോൾ കാർബൺ ഫേഷ്യലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാർബൺ ഫേഷ്യലിൻ്റെ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ട്രീറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ ഹൈലൈറ്റ്സ്. വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത്. പിന്നെ നിങ്ങളുടെ കമന്റ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.